അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പോസ്റ്റ്ഗ്രെസ് SQL നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പൈത്തൺ ജാങ്കോ ട്യൂട്ടോറിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസും പോസ്റ്റ്ഗ്രെസ് SQL ആണ്. അപ്പോൾ നമ്മൾ ആ പോസ്റ്റ്ഗ്രെസ് SQL നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് പോസ്റ്റ്ഗ്രെസ് SQL എന്ന് സെർച്ച് ചെയ്യുക. ജസ്റ്റ് പോസ്റ്റ്ഗ്രെസ് SQL എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന സൈറ്റ് പോസ്റ്റ്ഗ്രെസ് SQL സൈറ്റ് ആയിരിക്കും. ഇവിടെ postgresql.org എന്ന സൈറ്റ് ആയിരിക്കും. ജസ്റ്റ് ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് ഡയറക്റ്റ് ലിങ്ക് കാണാൻ പറ്റും, ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ. ഇവിടെ നമുക്ക് പോസ്റ്റ്ഗ്രെസ് SQLൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസ് കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നേരെ ഈ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, പിന്നെ നേരെ റീഡയറക്റ്റ് ആവുന്നത് ഒരു ഡൗൺലോഡിങ് പേജിലോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിൻഡോസ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ലിങ്ക്, ഡൗൺലോഡ് ദി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കുറേ വേർഷൻസ് കാണാൻ പറ്റും. അതായത് പോസ്റ്റ്ഗ്രെസ് SQLൻ്റെ കുറേ വേർഷൻസും OSും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റോ 32 ബിറ്റോ നോക്കിയിട്ട് ഈ 32 ബിറ്റിന് പോസ്റ്റ്ഗ്രെസ് SQL ഇപ്പോൾ സപ്പോർട്ട് ആവുന്നില്ല ഈ ലേറ്റസ്റ്റ് വേർഷൻസിനൊന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ 64 ബിറ്റിൻ്റെ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 321 MB ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഡൗൺലോഡ് ആവുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്ക്രീനിൽ പോപ്പപ്പായി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏതൊക്കെ കമ്പോണൻസ് വേണമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാ കമ്പോണൻസും കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സൂപ്പർ യൂസറിന്, അതായത് ഡാറ്റാബേസിൻ്റെ ഒരു സൂപ്പർ യൂസറിന് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള പാസ്വേഡോ കോംപ്ലിക്കേറ്റഡ് പാസ്വേഡോ ഏത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ജസ്റ്റ് സിമ്പിളായിട്ടൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രെസ് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു പോർട്ട് കാണിക്കുന്നുണ്ട് 5432. അത് ചേഞ്ച് ചെയ്യേണ്ട, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നെക്സ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യുന്ന എല്ലാ അപ്ഡേഷൻസുമാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ കാണിക്കുന്നത്, എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ആവുന്നത് പോസ്റ്റ്ഗ്രെസിൽ എന്നുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ റിക്വയർമെൻറ്റ്സും ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ആവുന്ന വരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസ്റ്റ്ഗ്രെസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ സ്ക്രീനിൽ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അവിടെ നെക്സ്റ്റ് കൊടുത്തതിനാൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പോസ്റ്റ്ഗ്രെസ് നമ്മൾ നേരത്തെ കൊടുത്ത പോർട്ട് കൊടുക്കുക, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പോസ്റ്റ്ഗ്രെസ് SQLന് ഒരു SQL ഷെല്ലിൽ നിന്ന് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും SQL ഷെൽ പോസ്റ്റ്ഗ്രെസ് SQL എന്നുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പം ജസ്റ്റ് എൻ്റർ അടിക്കുക. ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രെസ് ആണ്. പോർട്ട് നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും 5432 എന്നുള്ളത്. യൂസർ നെയിം പോസ്റ്റ്ഗ്രെസ് ആണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ പാസ്വേഡ് ഇല്ല, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോസ്റ്റ്ഗ്രെസ് SQLൻ്റെ പോസ്റ്റ്ഗ്രെസിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡാറ്റാബേസിനകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഇവിടെയും ചെയ്യുക. ജസ്റ്റ് നമ്മൾ പോസ്റ്റ്ഗ്രെസിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ക്രിയേറ്റ് ഡാറ്റാബേസ് കൊണ്ട് ഒരു ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു പ്യൂപ്പിൾ എന്ന് കൊടുക്കുകയാണ്, എൻ്റർ അടിക്കുക. ഓക്കെ, ഇതിലൊരു കാര്യമുണ്ട്, നമ്മൾ പോസ്റ്റ്ഗ്രെസിൽ ഏത് ക്വറി എഴുതുകയാണെങ്കിലും നമ്മൾ ലാസ്റ്റ് ഒരു സെമിക്കോളൻ ഇടണം, എന്നിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, നമുക്കിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിലുള്ള എല്ലാ ഡാറ്റാബേസിനും കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് /L എന്ന് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പോസ്റ്റ്ഗ്രെസ് ഡാറ്റാബേസിലുള്ള അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രെസ് SQLുള്ള എല്ലാ ഡാറ്റാബേസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്യൂപ്പിൾ എന്ന ഡാറ്റാബേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ വിൻഡോസിലോട്ട് പോസ്റ്റ്ഗ്രെസ് SQL നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി പോസ്റ്റ്ഗ്രെസ് SQLിൽ ഒരുപാട് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ആ ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യം നമുക്ക് SQL ഡാറ്റാബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാം. എങ്ങനെയാണ് പോസ്റ്റ്ഗ്രെസിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ നമുക്ക് ചെക്ക് ചെയ്യാം.